അപരൻ്റെ ഉള്ളിലുള്ള അങ്ങയെ ആദരപൂർവ്വം കാണാൻ പറ്റാതെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള എൻ്റെ വ്യാപാരങ്ങളെ ഓർത്ത് ഞാൻ അനുതപിക്കുന്നു. സഹോദരങ്ങളെ സ്നേഹിക്കുക അങ്ങയുടെ കൽപ്പനയാണെന്നും അവർക്ക് നന്മകൾ ചെയ്യുക അങ്ങേക്ക് പ്രീതികരമായ ബലികളാണെന്നും നന്മ ചെയ്യുന്നവർ അങ്ങയുടെ സ്വന്തമാണ് എന്നറിഞ്ഞിട്ടും എൻ്റെ സ്വാർത്ഥ സന്തോഷങ്ങളുടെ വലയം വിട്ടുപോകാൻ മടിച്ചു നിന്ന് നഷ്ടമാക്കി എന്നിലെ നന്മയുടെ ശൂന്യതയിലേക്ക് നിത്യനന്മയായി അങ്ങ് തന്നെ വന്നു വസിക്കണമേ. ദൈവവും മനുഷ്യനും വിലമതിക്കുന്ന അനശ്വരമായ നന്മയുടെ സ്മരണകൾ എന്നിൽ ഉണർത്തണമേ. അവിടുന്ന് എനിക്ക് ചെയ്ത നന്മകളെക്കുറിച്ച് ചിന്തിച്ച് അവിടുത്തേക്ക് ഞാൻ കൃതജ്ഞതയർപ്പിക്കുന്നു. അങ്ങയുടെ സഹായത്താൽ ഞാൻ ഇന്നോളം ചെയ്തിട്ടുള്ള നന്മ പ്രവൃത്തികൾ എനിക്ക് അനുകൂലമായി ഓർക്കണമേ. അങ്ങയുടെ ആലയത്തിനും അങ്ങയുടെ ശുശ്രൂഷകൾക്കും വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ള സൽകൃത്യങ്ങൾ അങ്ങ് മറക്കരുതേ. ശുദ്ധ നിയോഗങ്ങളോടുകൂടി ചെയ്ത സുഹൃതത്തിൻ്റെ അടയാളമൊന്നും എനിക്ക് കാണിക്കാനില്ല. കർത്താവെ, അങ്ങയുടെ അനന്ത യോഗ്യതയാൽ എന്നെ വിശുദ്ധീകരിക്കണമേ. വിശുദ്ധരുടെ ഇടയിൽ എണ്ണപ്പെടുവാനും നീതിമാന്മാരുടെ അവകാശം ലഭിക്കുവാനും ഞാൻ യോഗ്യനല്ല. അങ്ങയുടെ അനന്ത നന്മയാൽ എന്നെ സ്വീകരിക്കണമേ. അവിടുത്തെ വിശുദ്ധ സാന്നിധ്യത്തിനെതിരെ കടന്നു വരുന്ന എല്ലാ വിചാരവികാരങ്ങളെയും വ്യക്തികളെയും സാഹചര്യങ്ങളെയും ഭാരപ്പെടുത്തുന്ന സംഭവങ്ങളെയും അങ്ങയുടെ ഭുജബലത്താൽ തകർക്കണമേ. അധരം കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റാത്തപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഉയരുന്ന അങ്ങയോടുള്ള സ്നേഹത്തിൻ്റെ നെടുവീർപ്പുകൾ അങ്ങ് ചെവിക്കൊള്ളണമേ. നന്മയ്ക്കും അങ്ങലേൽക്കുന്ന തിന്മയുടെ വശീകരണ ശക്തിയിൽ അകപ്പെട്ടു പോകാതെ എന്നെ കാത്തുകൊള്ളണമേ. വിവേകത്തെയും വിശുദ്ധിയെയും മാറ്റിമറിക്കുന്ന തിന്മയുടെ എല്ലാ ഭാവങ്ങളും എൻ്റെ ആത്മശരീര മനസ്സുകളിൽ നിന്നും നിർമ്മാർജ്ജനം ചെയ്യണമേ. തിന്മയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ സൃഷ്ടികളെ മുഴുവൻ അങ്ങയുടെ പക്ഷത്തണിനിരത്തണമേ. കരുണാമയനെ, അന്ത്യവിധിയിൽ പാപങ്ങളുടെ കണക്കെടുക്കുമ്പോൾ ഭയചകിതനാകാതിരിക്കുവാൻ, എൻ്റെ ദുഷ്കൃത്യങ്ങൾ എൻ്റെ തന്നെ മുഖത്ത് നോക്കി കുറ്റപ്പെടുത്താതിരിക്കുവാൻ അങ്ങ് കരുതലോടെ നീട്ടിത്തന്നിരിക്കുന്ന ഈ കാലങ്ങളിൽ എൻ്റെ പാപങ്ങളെ ഓർത്ത് അനുതപിക്കുകയും ഇപ്പോഴത്തെ എല്ലാ സഹനങ്ങളും പരിഹാരമായി കാഴ്ചവെക്കുകയും ചെയ്യുന്നു. ഓ എൻ്റെ കാരുണ്യമേ, ഒരിക്കലും പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഭൂമുഖത്തില്ല. ജീവിക്കുന്ന ഒരുവനും അങ്ങയുടെ മുൻപിൽ നീതിമാനല്ല. പാപം ചെയ്യാത്ത മനുഷ്യനില്ലല്ലോ എന്നീ തിരുവചനങ്ങൾ എനിക്ക് ആശ്വാസം പകരുന്നു. കർത്താവെ, എൻ്റെ മേൽ കരുണയായിരിക്കണമേ. മഹാകരുണയുടെ വറ്റാത്ത സമുദ്രമേ, എന്നെ കരുണക്കടലിൽ മുക്കണമേ, കഴുകണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. കർത്താവെ, അങ്ങയുടെ കൃപ നേടുവാനും തേടുവാനുമുള്ള സമയമാണിത്. അങ്ങയുടെ കാരുണ്യം ജീവനേക്കാൾ കാമ്യമാണെന്നറിഞ്ഞ് ഞാൻ അങ്ങയെ തേടുന്നു. ദിവ്യകാരുണ്യമേ, അങ്ങയുടെ ജീവഗ്രന്ഥത്തിലും മുഖപ്രകാശത്തിലും ഓർമ്മകളിലും ദൃഷ്ടികളിലും അങ്ങയുടെ മുൻപിലെ രേഖകളിലും കണക്കുകളിലും സൂക്ഷിച്ചിട്ടുള്ള എൻ്റെ അകൃത്യങ്ങളെയും അക്രമങ്ങളെയും പാപങ്ങളെയും അങ്ങ് തുടച്ചു മാറ്റണമേ. എന്നെ തന്നെ ശുദ്ധീകരിച്ച് നിർമ്മലതയും വെണ്മയും പകരുന്ന വിശുദ്ധ ഗ്രന്ഥത്തെ, അങ്ങാകുന്ന തിരുവചനത്തെ ശ്രദ്ധയോടും സ്നേഹത്തോടും കൂടി കൈകളിൽ എടുക്കാതെ പോയ നാളുകളെ ഓർക്കുന്നു. അങ്ങ് വിളിച്ചപ്പോൾ ഞാൻ കേൾക്കാതിരുന്നതും അങ്ങ് സംസാരിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിക്കാതിരുന്നതും അങ്ങ് കൈനീട്ടിയപ്പോൾ ഗവനിക്കാതിരുന്നതും അങ്ങയുടെ ഉപദേശത്തെ അപ്പാടെ അവഗണിച്ചതും അങ്ങയുടെ ശാസനകളെ നിരാകരിച്ചതും ഓർക്കുകയും പേർക്കുകയും ചെയ്യുന്നു. തിരുസഭയിലൂടെയും സഭാധികാരികളിലൂടെയും ആത്മീയ പാലകരിലൂടെയും മാതാപിതാക്കന്മാരിലൂടെയും സഹോദരങ്ങളിലൂടെയും അങ്ങ് സംസാരിച്ചപ്പോൾ അത് തിരിച്ചറിയാതെ പോയ എൻ്റെ അഹങ്കാരത്തെ ചൊല്ലി ഞാൻ പരിതപിക്കുന്നു. കാലങ്ങൾ കരുതിയില്ലാത്തവനെ, അങ്ങെനിക്കായി തന്ന എൻ്റെ ആയുസ്സിൻ്റെ ദിനങ്ങളെ എണ്ണാനും അങ്ങേ തിരുമുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടതാണെന്ന ചിന്തയോടെ ജീവിക്കുവാനും പലപ്പോഴും എനിക്ക് സാധിച്ചിട്ടില്ല. ഈ ലോക ജീവിതത്തിൻ്റെ നശ്വര സന്തോഷങ്ങളിൽ സംതൃപ്തി അന്വേഷിച്ച് അതാണെൻ്റെ ഓഹരി, അതാണെൻ്റെ അവകാശമെന്ന് വാദിച്ചും തെറ്റിദ്ധരിച്ചും നഷ്ടമാക്കിയ കഴിഞ്ഞുപോയ കാലങ്ങളെ ഓർത്ത് അങ്ങേ മുൻപിൽ ഞാൻ കേഴുന്നു. അനുതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെയും നവീകരിക്കുവാൻ കൂടെ വസിക്കുന്നവനെ, കരുണാമയനെ, ഞാനിപ്പോൾ അങ്ങയുടെ കരുണയും നീതിയും സ്നേഹവും മുറുകെ പിടിച്ചുകൊണ്ട് അങ്ങയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അങ്ങയുടെ സഹായത്തോടെ ഞാൻ തിരിച്ചു വരികയാണ്. മരണം വരെ മാത്രം ലഭ്യമാകുന്ന അങ്ങയുടെ കരുണയെ കാത്തിരിക്കുന്ന എൻ്റെ മേൽ കരുണയായിരിക്കണമേ.
രക്ഷിക്കാനാവാത്ത വിധം അങ്ങയുടെ കരം കുറുകിപ്പോയിട്ടില്ല. കേൾക്കാനാവാത്ത വിധം അങ്ങയുടെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല എന്ന വചനം എനിക്ക് പ്രത്യാശ പകരുന്നു. കർത്താവെ, അവിടുത്തെ സൃഷ്ടിയായി എന്നെ ഉപേക്ഷിക്കരുതേ. ഉണങ്ങി വരേണ്ട നിലം പോലെ ഞാൻ അങ്ങേക്കായി ദാഹിക്കുന്നു. ഞാൻ അങ്ങയുടെ സന്നദ്ധിയിലേക്കാണ് ഓടി വന്നിരിക്കുന്നത്. എൻ്റെ ആത്മാവിനെ ഞാൻ അങ്ങയുടെ സന്നദ്ധിയിലേക്കാണ് ഉയർത്തുന്നത്. എൻ്റെ പ്രാണൻ പോകുന്ന നേരത്ത് എന്നിൽ നിന്നും മുഖം മറയ്ക്കരുതേ. എൻ്റെ ദിനങ്ങൾ മാഞ്ഞു പോകുന്ന നിഴൽ പോലെ, കൊഴിഞ്ഞു പോകുന്ന പൂവ് പോലെ, ഉണങ്ങിപ്പോകുന്ന പുല്ല് പോലെ, പറന്നു പോകുന്ന ധൂളി പോലെയാണ്. അത് അങ്ങയുടെ പരിഗണനയ്ക്ക് യോഗ്യമല്ല. എന്നാൽ എൻ്റെ സാദൃശ്യവും ഛായയും അങ്ങയുടേതാണ്. എന്നിലെ ശ്വാസം അങ്ങയുടെ ജീവനാണ്. മഹത്വവും ബഹുമാനവും കൊണ്ട് അങ്ങാണ് എന്നെ മകുടമണിയിച്ചത്. അതെ, ഞാൻ അങ്ങയുടെ സൃഷ്ടിയാണ്. എന്നെ തള്ളിക്കളയരുതേ. കാരുണ്യപൂർവ്വം എൻ്റെ സ്വരം കേൾക്കണമേ. അങ്ങയുടെ രക്ഷയെയും അങ്ങയുടെ നീതിയുക്തമായ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണത്തെയും നോക്കിയിരുന്ന് എൻ്റെ കണ്ണുകൾ തളരുന്നു. അങ്ങയുടെ നീതിക്കൊത്ത് എനിക്ക് ജീവൻ നൽകണമേ. ഞാൻ നിസ്സാരനും നിന്ദിതനുമാണ്. എന്നാൽ അങ്ങയുടെ കാരുണ്യം വലുതാണ്. ഞാൻ അങ്ങയുടെ രക്ഷ കാക്ഷിക്കുന്നു. കൂട്ടം വിട്ട ആടിനെ പോലെ ഞാൻ അലയുന്നു. അങ്ങയുടെ ദാസനെ തേടി വരണമേ. കർത്താവേ, അങ്ങേക്ക് എൻ്റെ പാപങ്ങൾ എന്തിന്? കർത്താവേ, അങ്ങ് പാപങ്ങളുടെ കണക്ക് വെച്ചാൽ ആർക്ക് നിലനിൽക്കാനാവും? അങ്ങയുടെ ഉദാരമായ രക്ഷയിലാണ് ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നത്. ഈ ദാസനെ ന്യായവിസ്താരത്തിന് നിർത്തരുതേ. വിനാശത്തിൻ്റെ മാർഗത്തിലാണോ ഞാൻ ചരിക്കുന്നതെന്ന് നോക്കണമേ. ശാശ്വത മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ. തിരിച്ചുവരുവിൻ മക്കളെ എന്ന് ക്ഷണിക്കുന്ന, തിരിച്ചുവരവിൽ സന്തോഷിക്കുവാനായി സ്വർഗം തുറന്ന് കാത്തിരിക്കുന്ന അങ്ങയെ ഞാൻ കാണുന്നു. എൻ്റെ പാപങ്ങളിലേക്ക് ഞാൻ നോക്കുന്നില്ല. എൻ്റെ തിരിച്ചുവരവിനെയാണ് നോക്കുന്നത് എന്ന് ഞാൻ അറിയുന്നു. ഓ സ്നേഹത്തിൻ്റെ വറ്റാത്ത തിരുഹൃദയമേ, എനിക്കായി മുറിവേറ്റ ആ ഹൃദയത്തിൽ നിന്ന് ഇറ്റിറ്റു വീഴുന്ന തിരുരക്തത്തുള്ളികളാൽ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ. സ്വന്തം രക്തത്താൽ സാധിച്ചെടുത്ത രക്ഷയിൽ എന്നെ പങ്കാളിയാക്കുന്നതിന് ഓ ദിവ്യനാഥ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഓ അചഞ്ചല സ്നേഹമേ, അങ്ങെൻ്റെ അവിശ്വസ്തതകളുടെ മുറിവുണക്കിയെന്നും എൻ്റെ മേൽ അവിടുന്ന് സ്നേഹം ചൊരിയുന്നുവെന്നും എന്നോടുള്ള കോപം അകന്നിരിക്കുന്നുവെന്നും ഞാൻ തിരിച്ചറിയുന്നു. എൻ്റെ അപരാധങ്ങൾ പൊറുക്കുകയും അതിക്രമങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുന്ന അങ്ങയെപ്പോലൊരു ദൈവം വേറെ ആരുണ്ട്? കാരുണ്യത്തിൽ ആനന്ദിക്കുന്ന അങ്ങയിൽ ഞാനും ആനന്ദിക്കട്ടെ. എൻ്റെ അകൃത്യങ്ങളെ ചവിട്ടി മെതിച്ച് എൻ്റെ പാപങ്ങളുടെ ആഴിയുടെ അഗാധങ്ങളിലേക്ക് തൂത്തെറിയുന്ന ദൈവമേ, ഞാൻ അങ്ങയുടെ ആശ്വാസവചനങ്ങൾ ഏറ്റുചൊല്ലി ആനന്ദിക്കട്ടെ. നിൻ്റെ തെറ്റുകൾ തുടച്ചു മാറ്റുന്ന ദൈവം ഞാൻ തന്നെ. നിൻ്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയില്ല. കഴിഞ്ഞ കാര്യങ്ങൾ നീ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ, ഞാൻ പുതിയ കാര്യം ചെയ്യാൻ പോകുന്നു. ഞാനൊരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു. പൂർവ്വകാര്യങ്ങൾ അനുസ്മരിക്കുകയോ അവ മനസ്സിൽ വരികയോ ഇല്ല. സ്വർഗസിംഹാസനത്തിലിരുന്ന് സകലവും നവീകരിക്കുന്ന അങ്ങയെ ഞാൻ കാണുന്നു. വലിയൊരു സ്വരം ഞാൻ കേട്ടു. ഇതാ, ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടു കൂടെ. അവിടുന്ന് അവരോടൊത്തു വസിക്കും. അവർ അവിടുത്തെ ജനമായിരിക്കും. അവിടുന്ന് അവരോടുകൂടി ആയിരിക്കുകയും ചെയ്യും. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്നും കണ്ണുനീർ തുടച്ചു നീക്കും. ഇനി മരണമുണ്ടായിരിക്കുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. കർത്താവേ, എൻ്റെ കർത്താവേ, എൻ്റെ ശക്തനായ രക്ഷക, അങ്ങയുടെ തേജസ്സുറ്റ മുഖം കണ്ട് ആനന്ദിക്കുവാൻ, ശാശ്വതമായ നീതിയിൽ സമാധാനം അനുഭവിക്കുവാൻ, അങ്ങയുടെ മഹാസൗന്ദര്യത്തെ എൻ്റെ കണ്ണുകൾ ദർശിക്കുവാൻ, അങ്ങ് വസിക്കുന്ന സ്വർഗം എൻ്റെ അഭിലാഷമാകുവാൻ, നിത്യം ജീവിക്കുന്ന അവിടുത്തെ സ്തുതിച്ചു മഹത്വപ്പെടുത്തുവാൻ, എൻ്റെ ഹൃദയ താളങ്ങൾ സ്വർഗീയമാകുവാൻ, സിയോനിലേക്കുള്ള രാജവീഥികളിൽ അങ്ങെനിക്ക് കൂട്ടാകണമേ. മഹത്തരവും സുന്ദരവുമായ കിരീടത്തിനു വേണ്ടിയുള്ള എൻ്റെ ഓട്ടം അങ്ങയോടൊത്തോ ആകുവാൻ അവിടുത്തെ വലതുകരത്തിൻ്റെ കരുതൽ എനിക്കായി നീട്ടണമേ. അവിടുത്തെ മഹത്തായ സന്ദർശനത്തിൽ ശോഭിക്കുവാൻ ഇഹത്തിൽ എന്നെ ശുദ്ധീകരിക്കണമേ. ഉരയിൽ സ്വർണമെന്ന പോലെ ശോധന ചെയ്ത് എന്നെ ദഹനബലിയായി സ്വീകരിച്ചാലും എൻ്റെ ജീവിതത്തിൻ്റെ ഈ അന്ത്യനിമിഷങ്ങളിൽ പ്രാർത്ഥനയാകുന്ന പരിചയം
പാപപരിഹാരത്തിൻ്റെ ധൂപാർച്ചനയാകുന്ന ചുടുകണ്ണീരും കൊണ്ട് അങ്ങയെ സമീപിക്കുവാൻ എന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. നിത്യയാത്രയിലെ വൈരികളെ തുരത്താൻ അങ്ങയുടെ സൃഷ്ടികളെ ആയുധമണിയിക്കണമേ. വിശുദ്ധിയെ അജയ്യമായ പരിചയാക്കണമേ. അങ്ങയുടെ നീതിയെ മാർച്ചട്ടയാക്കണമേ. നിഷ്പക്ഷമായ നീതിയെ പടത്തൊപ്പിയാക്കണമേ. പ്രശാന്തമൂകത വ്യാപിക്കുന്ന അന്ധകാരത്തിൻ്റെ അർദ്ധരാത്രിയിൽ സ്വർഗസിംഹാസനത്തിൽ നിന്നും അങ്ങയുടെ സർവശക്തമായ വചനമയച്ച് എന്നെ ധൈര്യപ്പെടുത്തണമേ. പ്രത്യാശാഭരിതമായ അന്ത്യയാത്രയിൽ അങ്ങെനിക്ക് പ്രശാന്ത സൂര്യനാകണമേ. എൻ്റെ ആത്മാവിൻ്റെ അനിശ്ചിത മാർഗങ്ങളിൽ ജ്വലിക്കുന്ന അഗ്നിസ്തംഭമായി എന്നെ സ്വർഗീയ തുറമുഖത്തേക്ക് വഴിതെളിക്കണമേ. അങ്ങയുടെ രക്ഷാകര സ്നേഹത്തിലുള്ള വിശ്വാസത്തിൻ്റെ ഫലമായി ആത്മരക്ഷ പ്രാപിച്ച് അവാച്യവും മഹത്വപൂർണവുമായ സന്തോഷത്തിൽ മുഴുകി ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിൻ്റേത് എന്നുദ്ഘോഷിച്ചുകൊണ്ട് എൻ്റെ നിത്യത എൻ്റെ ദൈവത്തോടു കൂടെയാകട്ടെ. ആമേൻ. ഈശോ, മറിയം, യൗസേപ്പെ, എൻ്റെ ഹൃദയവും ആത്മാവും അങ്ങേക്ക് ഞാൻ നൽകുന്നു. ഈശോ, മറിയം, യൗസേപ്പെ, എൻ്റെ മരണസമയത്ത് എന്നെ സഹായിക്കണമേ. ഈശോ, മറിയം, യൗസേപ്പെ, സമാധാനത്തിൽ എൻ്റെ ആത്മാവിനെ അങ്ങേ തൃക്കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. ആമേൻ.